യുദ്ധം വെറും ബോംബുകളും മിസൈലുകളും കൊണ്ടല്ല, മറിച്ച് വിവരങ്ങളും പ്രസ്താവനകളും കൊണ്ടും നടക്കുന്നതാണെന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിലെ പ്രമുഖർ നടത്തിയ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും ഇറാനെ ചുറ്റിപ്പറ്റിയ അഭ്യൂഹങ്ങളും ലോകരാഷ്ട്രീയത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമുയർത്തുകയാണ്. ഇറാനെതിരെ ഒരു വിവരയുദ്ധം നടക്കുകയാണോ? മാർച്ച് അവസാനത്തോടെ പുറത്തുവന്ന വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമൈനിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായിരുന്നു. ഒരു വശത്ത് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാകാമെന്ന് പറഞ്ഞപ്പോൾ, മറുവശത്ത് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പിന്നീട് കിംവദന്തി മാത്രമാണെന്ന് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞത് വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറി. ഇത് വെറും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ നേതൃത്വത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്ന രീതിയിൽ ഒരു നാരറ്റീവ് സൃഷ്ടിക്കുന്നത് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമമായി കാണപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തിയ പ്രസ്താവനകളും ശ്രദ്ധേയമാകുന്നത്. ആരും മുജ്തബയെ കണ്ടിട്ടില്ല, ആരും അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വ്യക്തതയില്ലായ്മയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ്. എന്നാൽ ഈ പ്രസ്താവനകളിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട്. അമേരിക്കൻ ഭരണകൂടം തന്നെ പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഒരു വശത്ത് ഇറാനുമായി ചിലതരം ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്ന് സമ്മതിക്കുമ്പോൾ, മറുവശത്ത് നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് അവരുടെ പ്രസ്താവനകളുടെ വിശ്വാസ്യതയെ കുറയ്ക്കുന്നു. ഇതിലൂടെ ഉയരുന്ന ചോദ്യം, അവർക്ക് യഥാർത്ഥത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്, അവർ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതെന്താണ് എന്നതാണ്. ഇറാനെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങളിലൊന്നാണ് ആണവായുധങ്ങൾ. അമേരിക്കൻ ഭരണകൂടം നിരന്തരം ആവർത്തിക്കുന്നതാണ് ഇറാൻ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ലോകസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നതാണ് ഇറാന്റെ വാദം. അതിനാൽ തന്നെ ഈ ആരോപണങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദത്തിനുള്ള ഉപാധികളായി ഉപയോഗിക്കപ്പെടുന്നുവെന്നാണ് വിമർശകർ പറയുന്നത്. ഇതോടൊപ്പം ഹോർമോസ് കടലിടുക്കിന്റെ വിഷയവും വലിയ വിവാദമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണഗതാഗത മാർഗങ്ങളിലൊന്നായ ഈ കടലിടുക്കിൽ ഇറാൻ തന്റെ പരമാധികാരം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് അവരുടേതായ സുരക്ഷാ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇതിനെ ഒരു ഭീഷണിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ആ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതാണെന്ന് ഇറാൻ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകളിൽ കാണുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം ഭരണമാറ്റം എന്ന വിഷയത്തിലാണ്. ആദ്യം ഇറാനിൽ ഭരണമാറ്റം ആവശ്യമാണെന്ന് തുറന്നുപറഞ്ഞത് അമേരിക്കയാണ്. എന്നാൽ പിന്നീട് അതല്ല ലക്ഷ്യമെന്ന് പറഞ്ഞത് അവരുടെ സ്വന്തം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇതൊരു വ്യക്തമായ തന്ത്രപരമായ ആശയക്കുഴപ്പമല്ലാതെ മറ്റെന്താണ്? ട്രംപ് നടത്തിയ മറ്റൊരു പ്രസ്താവനയും ശ്രദ്ധേയമാണ്. ഒരു ഭരണകൂടം തകർക്കപ്പെട്ടു, മറ്റൊന്ന് നശിപ്പിച്ചു എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം യാഥാർത്ഥ്യത്തേക്കാൾ കൂടുതൽ ഒരു നാടകീയ അവതരണമായി തോന്നുന്നു. കാരണം ഇറാനിൽ യാതൊരു ഭരണമാറ്റവും നടന്നിട്ടില്ലെന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വിശ്വസിക്കാം എന്നത് വലിയ ചോദ്യമാണ്. ഇറാന്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണങ്ങൾ ഇതിന് പൂർണ്ണമായും വിരുദ്ധമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയതാണ്, പുതിയ സുപ്രീം നേതാവുമായി യാതൊരു പ്രശ്നവുമില്ല, അദ്ദേഹം തന്നെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ അമേരിക്കൻ മാധ്യമങ്ങളിലും നേതാക്കളിലും നിന്നുള്ള അഭ്യൂഹങ്ങളെ തള്ളിക്കളയാനുള്ള ഒരു വ്യക്തമായ ശ്രമമാണ് ഇറാൻ നടത്തുന്നത്. അതുപോലെ ഇറാൻ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾ പോലും മുജ്തബ ഖമേനി സുരക്ഷിതനും ആരോഗ്യവാനുമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ രാജ്യത്തിനകത്ത് യാതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയുമില്ലെന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. എന്നാൽ ഈ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അത്ര പ്രസിദ്ധിക്കപ്പെടുന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. ഇത് നമ്മെ ഒരു വലിയ ചോദ്യത്തിലേക്ക് നയിക്കുന്നു. ആർക്കാണ് ഈ നാരറ്റീവ് നിയന്ത്രിക്കുന്നത്? ലോകരാഷ്ട്രീയത്തിൽ ശക്തമായ മാധ്യമസ്വാധീനമുള്ള രാജ്യങ്ങൾ വിവരങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് നിർണയിക്കുന്നുണ്ടോ? ഇറാനെക്കുറിച്ചുള്ള വാർത്തകളിൽ പലപ്പോഴും നെഗറ്റീവ് കോണുകൾ മാത്രം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് ഒരു ഏകപക്ഷീയമായ അവതരണമാണോ? ഇറാനെ പിന്തുണയ്ക്കുന്നവരുടെ കാഴ്ചപ്പാടിലിതാണ്, ഒരു രാജ്യത്തെ തകർക്കാൻ യുദ്ധം മാത്രം മതിയാവില്ല, അതിന്റെ വിശ്വാസ്യതയും സ്ഥിരതയും തകർക്കണം. അതിനായി വിവരയുദ്ധം ഏറ്റവും ശക്തമായ ആയുധമാണ്. നേതാക്കളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ, രാഷ്ട്രീയ അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള വാർത്തകൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എല്ലാം ചേർന്ന് അസ്ഥിരതയുടെ ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്നു. ഇതൊരു നുതിയ തന്ത്രമല്ല. ചരിത്രത്തിൽ പലതവണ ഇതുപോലുള്ള രീതികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വിശകലനങ്ങൾ പറയുന്നത്. ആദ്യം ഒരു രാജ്യത്തെ അവ്യക്തമായ, അസ്ഥിരമായ എന്ന രീതിയിൽ ചിത്രീകരിക്കുക, തുടർന്ന് അതിനെതിരെ അന്താരാഷ്ട്ര പിന്തുണ നേടുക. ഇതാണ് പലപ്പോഴും ഉപയോഗിച്ച മാതൃക. എന്നാൽ ഇറാൻ ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുന്നതായി കാണാം. അവർ തുറന്നു പറയുന്നത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ അംഗീകരിക്കില്ല എന്നതാണ്. അതുപോലെ തങ്ങളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ അവർ തയ്യാറാണെന്നും അവർ ആവർത്തിക്കുന്നു.
ഈ സംഭവവികാസങ്ങളിൽ നിന്ന് ഒരു കാര്യമാണ് വ്യക്തം. ഇത് വെറും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷമല്ല. ഇതൊരു വലിയ ആശയയുദ്ധമാണ്. ഒരു വശത്ത് ശക്തമായ രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് ഒരു രാഷ്ട്രം തന്റെ സ്വാധീനം നിലനിർത്താൻ പോരാടുന്നു. മുജ്തബ ഖമേനിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ, ഭരണമാറ്റത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ആണവായുധ വിവാദങ്ങൾ ഇതെല്ലാം വലിയൊരു പസിലിന്റെ ഭാഗങ്ങളാണ്. ഈ പസിലിൽ സത്യം കണ്ടെത്തുന്നത് എളുപ്പമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്: വിവരങ്ങൾ എല്ലായ്പ്പോഴും യാഥാർത്ഥ്യത്തെ പ്രതിഫലിക്കണമെന്നില്ല. അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പക്ഷത്തിന്റെ വാക്കുകൾ മാത്രം കേട്ട് നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നത് അപകടകരമാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിക്കുകയും അവയുടെ വിശ്വാസ്യത വിലയിരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇറാനെ പിന്തുണയ്ക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ ഈ സംഭവവികാസങ്ങൾ ഒരു മുന്നറിയിപ്പാണ്. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സ്വാധീനവും സംരക്ഷിക്കാൻ അത് സൈനിക ശക്തിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണ്. വിവരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും ലോകത്തിനു മുന്നിൽ സ്വന്തം കഥ പറയാനുള്ള ധൈര്യവും. അവസാനമായി ഈ മുഴുവൻ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിതാണ്: യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത് വെറും യുദ്ധഭൂമികളിൽ മാത്രമല്ല, വാർത്തകളിലും പ്രസ്താവനകളിലും സാമൂഹിക മാധ്യമങ്ങളിലും നടക്കുന്നു. ഈ പുതിയ യുദ്ധത്തിൽ ജയിക്കുന്നത് സത്യത്തെ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്നവരാണ്. ഇറാൻ അതിന് തയ്യാറാണോ? ലോകം അതിനെ എങ്ങനെ കാണും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്: ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല.